ഹലോ ഗൈസ്, വെൽക്കം ടു ടോപ്പ് നോച്ച്. നമ്മളുടെ പരീക്ഷാക്കാലമായി. ഇനിയിപ്പം SSCയുടെ ഓൾറെഡി SSCയുടെ നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുണ്ട്. ഇനിയും ബാങ്കിൻ്റെ RBI ആൻഡ് അതായത് IBPS RRB RBI ഇതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ്. നന്നായി പ്രിപ്പയർ ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഗവൺമെൻറ് ജോബിലേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടാണ് ടോപ്പ് നോച്ച് കരിയർ ഗൈഡൻസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടുന്ന ചെറിയ ചെറിയ ഡൗട്ട്സ്, നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാം, മെസ്സേജ് അയച്ച് ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് നമ്മൾ പരമാവധി മാക്സിമം ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് നമുക്ക് സിമ്പിൾ വേയിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം മുടങ്ങാതെ കാണുക. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തായാലും ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഇന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ബേസിക് മാത്സ് ട്രിക്സ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് ഒരു മാത്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മിനിമം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് സ്ക്വയേഴ്സും ക്യൂബ്സും. മിനിമം ഒരു 50 വരെയുള്ള സ്ക്വയറും അതുപോലെ തന്നെ 20 വരെയുള്ള ക്യൂബ്സും ഉറപ്പായിട്ടും കാണാതെ പഠിക്കുക എന്ന് വെച്ചാൽ മെമ്മറൈസ് ചെയ്യുക. റിപ്പീറ്റ്ലി എവറി ഡേ നമ്മൾ ട്രൈ. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം നമ്മൾ 10 സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ 15, 20, 30, 40, പിന്നെ 50 വരെ നമുക്ക് ഈസി ആയിട്ട് സ്ക്വയർ മെമ്മറൈസ് ചെയ്യാം. അതുപോലെ തന്നെ ക്യൂബ്സ് ആദ്യം 10, പിന്നെ 15, പിന്നെ 20 വരെയുള്ള ക്യൂബ്സ് മിനിമം നിങ്ങൾ കാണാതെ പഠിച്ച് വെക്കുകയാണ്. ഡെയിലി റിവൈസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതുകൊണ്ട് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 വരെയുള്ള ടേബിൾസ് നമ്മൾ കാണാതെ പഠിക്കുക. ഓക്കെ, നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും, പക്ഷേ റെഗുലറായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം, ഞാൻ ഈ പറയുന്നില്ല, മിനിമം റിക്വയർമെൻറ്റ്സ് ആണ്. മിനിമം 25 വരെയുള്ള ടേബിൾസ് നമുക്ക് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് വളരെയധികം കാൽക്കുലേഷൻ സിംപ്ലിഫിക്കേഷനിലൊക്കെ നമുക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്തത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ബേസിക് റൂൾസ് ഉണ്ട്. ബേസിക് റൂൾസ് നമ്മൾ പഠിച്ചു വെക്കുക. അതെങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പോകെ ഓരോരോ വീഡിയോയിലായിട്ട് നമ്മൾ ചെയ്തു തരും. ഓക്കെ, പിന്നെ അത്യാവശ്യമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ബോഡ് മാസ് റൂളാണ്. ബോഡ് മാസ് റൂൾ അറിയില്ല എങ്കിൽ സിംപ്ലിഫിക്കേഷനിൽ ഒരുപാട് മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട്. ബോഡ് മാസ് ഉറപ്പായിട്ടും മനസ്സിലാക്കി പഠിച്ചിരിക്കണം. ബോഡ് മാസ് അറിയാലോ, അത് നമ്മൾ ഒരു കാൽക്കുലേഷൻ ചെയ്യാനുള്ള റൂളാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ആണ്, പിന്നെ ഓഫ്, പിന്നെ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇതാണ് അതിൻ്റെ ഓർഡർ. ആ ഓർഡർ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഓരോ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പേഴ്സ് ഏതാണെന്ന് അറിയാലോ. പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ആ ഒരു നമ്പറും ആ നമ്പറിനെ വെച്ച് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒന്നും അല്ലെങ്കിൽ ആ ഒരു നമ്പറും വെച്ച് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറിനെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ 3. ഓക്കെ, 3 ഒരു പ്രൈം നമ്പറാണ്. കാരണം 3യെ നമുക്ക് 3 കൊണ്ടും 1 കൊണ്ടും 3 കൊണ്ടും മാത്രമേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ 7. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതെല്ലാം മോസ്റ്റ്ലി ഓഡ് നമ്പേഴ്സ് ആണ്. പക്ഷെ ഇതിനകത്ത് ഒരു ഈവൻ നമ്പർ ഉണ്ട്. അത് ഒരേ ഒരു ഈവൻ നമ്പർ, ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ഓക്കെ, ഒരേ ഒരു ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ്? 2 ഉണ്ട്, 3 ഉണ്ട്, 7 ഉണ്ട്, അതുപോലെ 5 ഉണ്ട്. 5 മറന്നു. 5, 7, പിന്നീട് നമുക്ക് 9 ഇല്ല. 9 ഡിവിസിബിൾ ബൈ 3 ആണ്. അതുകൊണ്ട് 9 പ്രൈം നമ്പർ അല്ല. പിന്നെ 11, അങ്ങനെ സോ ഓൺ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ പ്രൈം നമ്പേഴ്സിന്റെ ബേസിക് ഐഡിയ അറിയാലോ. അതായത് ആ നമ്പർ ആൻഡ് 1 ആയിരിക്കും അതിന്റെ ഫാക്ടേഴ്സ്. മനസ്സിലായോ? ഓക്കെ, പിന്നീട് വരുന്നത് ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ അറിയാലോ. അതായത് എന്തെങ്കിലും ഒരു ഡിവിഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, ഡിവൈഡഡ് ബൈ വരികയാണെങ്കിൽ അതിനെ നമുക്ക് ഫ്രാക്ഷനിലേക്ക് എഴുതാം. അതുപോലെ തന്നെ നമുക്ക് അത് ഫ്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു മെത്തേഡാണ് മിക്സഡ് ഫ്രാക്ഷൻ. അത് നമുക്ക് പോകെ നമുക്ക് അടുത്ത വീഡിയോസുകളിൽ, ഇനി വരുന്ന വീഡിയോസിൽ നമുക്കത് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ക്ലാസ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ബേസിക് ട്രിക്സ് ആൻഡ് ഷോർട്ട് കട്ട്സിന്റെ ജസ്റ്റ് ഒരു ഫസ്റ്റ് ക്ലാസ് നമുക്ക് എടുത്തു വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമ്മൾ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം സ്ക്വയേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, കുറേ അതായത് 50 വരെയുള്ള സ്ക്വയേഴ്സ് നമ്മൾ കാണാതെ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പം ചില സ്ക്വയേഴ്സ് നമുക്ക് കാണാതെ പഠിക്കാതെ തന്നെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് 25 സ്ക്വയർ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? 625
625 ആണ് 25ന്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കാണാതെ പഠിക്കാൻ നമുക്ക് എളുപ്പം എങ്ങനെ ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 625ന്റെ 25 സ്ക്വയർ ആകുമ്പോൾ 25ന്റെ സ്ക്വയർ ആദ്യമേ 25. ഓക്കെ, നമുക്കിത് മായ്ച്ചിട്ട് നമുക്കൊന്ന് എഴുതാം. ഓക്കെ, ഈ രണ്ടാമത്തെ സംഖ്യ 5 ആണല്ലോ, അപ്പോൾ അതിനെ നമുക്ക് 25 നമുക്ക് ആദ്യമേ എഴുതി വെക്കാം. ഓക്കെ, പിന്നെ ഈ നമ്പർ, അതായത് ആദ്യത്തെ നമ്പർ 2 ആണ്. 2ന്റെ കൂടെ അതിന്റെ അടുത്ത നമ്പർ എന്താണ്? 3 അല്ലേ? അപ്പോൾ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സോറി, ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. അങ്ങനെ തന്നെ എല്ലാ നമ്പേഴ്സിലും വരുന്നുണ്ടോ നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നമ്പർ എന്താണ്? 45. 45ന്റെ നമ്മൾ ആദ്യം എന്ത് എഴുതും? 5ന്റെ സ്ക്വയർ എന്താണ്? 5ന്റെ സ്ക്വയർ 25. പിന്നീട് നമുക്ക് 4ന്റെ അടുത്ത നമ്പർ എന്താണ്? 4ന്റെ അടുത്ത നമ്പർ 5. അപ്പം 4 × 5 20. അപ്പോൾ 45ന്റെ സ്ക്വയർ എന്താണ്? 2025. ഇനി നമുക്ക് 5ന്റെ നമുക്ക് നോക്കാം, 65ന്റെ നോക്കാം. 65ന്റെ എന്താണ്? 65 എന്ന് പറയുന്നത് 25. ഓക്കെ, 6ന്റെ അടുത്ത നമ്പർ എന്താണ്? 6ന്റെ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. 6 × 7 42 അല്ലേ? 6 × 7 42. 4225 ആയിരിക്കും 65ന്റെ സ്ക്വയർ. അതുപോലെ 95ന്റെ സ്ക്വയർ. 95ന്റെ സ്ക്വയർ എത്രയാണ്? 5ന്റെ സ്ക്വയർ 25. 9 × 10 എന്ന് പറയുന്നത് 90. 9025 ആണ് 95ന്റെ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് സെയിം മെത്തേഡിൽ നമുക്ക് ഇതും ചെയ്ത് നോക്കാം. ഇനി 3 ഡിജിറ്റ് ഇതുവരെ നമ്മൾ പഠിച്ചത് 2 ഡിജിറ്റ്സിൻ്റെ ആയിരുന്നു. 3 ഡിജിറ്റ്സിൻ്റെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. 5ന്റെ സ്ക്വയർ എന്താണ്? 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25. ഇനി 11ന്റെ അടുത്ത നമ്പർ എന്താണ്? 11ന്റെ അടുത്ത നമ്പർ 12. അപ്പോൾ 11 × 12. 11 × 12 എത്രയാണ് വരുന്നത്? 11 × 12 എന്ന് പറയുന്നത് 132. ഓക്കെ, അപ്പം 13,225 ആണ് 115ന്റെ സ്ക്വയർ. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 145ന്റെ സ്ക്വയർ ആണ്. 145ന്റെ സ്ക്വയറും അതേ മെത്തേഡിൽ നമുക്ക് ചെയ്യാം. 5ന്റെ സ്ക്വയർ എന്താണ്? 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25. ഓക്കെ, അപ്പം 14ന്റെ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 15 ആണ്. 15 × 14 എത്രയാണ് വരിക? 210. ഓക്കെ, 21025 ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പം നിങ്ങൾ ഇതുപോലെ വീട്ടിൽ, ഇപ്പം ഇത് ഞാനൊരു 6 എക്സാമ്പിൾ ആണ് തന്നത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വീട്ടിലിരുന്ന് സമയം കിട്ടുമ്പോഴെല്ലാം ഇതുപോലെ നിങ്ങൾക്കറിയാം ഇതിനകത്ത് പറഞ്ഞിട്ടില്ലാത്ത, അതായത് 35ൻ്റെ ഉണ്ട്, 15ൻ്റെ, 55ൻ്റെ, 65ൻ്റെ, 75ൻ്റെ, ഇതെല്ലാം നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. സ്വയം ചെയ്ത് നോക്കി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി പ്രാക്ടീസ് ആണ് നമ്മളെ എന്ത് ചെയ്യുക? നമ്മളെ പെർഫെക്റ്റ് ആക്കുക. സോ അതുകൊണ്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിനെല്ലാം മാസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. സോ പ്രാക്ടീസ് ചെയ്യുക, എവറി ഡേ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ.